അഭിനയിച്ചിട്ടുണ്ട്. അതൊന്നും എനിക്കൊന്നും പറയാൻ പറ്റില്ല. പടം അടിപൊളിയാണ്. കുഴപ്പമില്ല. അതായത് പോണെങ്കിൽ ഒരു കഥയുടെ ഒരു ലെയറിലേക്ക് പോകുന്നുണ്ട്. കുഴപ്പമില്ല, എന്നാലും കള്ളം കണ്ടിരിക്കാം. വൺ ടൈം വാച്ചബിളായിട്ട് തോന്നി. സിനിമയെ സ്നേഹിക്കുന്നവർ മാരുള്ള ഉപഗ്രഹങ്ങൾ കാണുന്ന ഒരു ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈനർ ആണ്. പിന്നെ സി എൽ ലോളിസസിന്റെയും ശ്രുതി രാമേന്ദ്രന്റെ മികച്ച ഒരു അഭിനയം മികവ് തന്നെയാണ്. പിന്നെ ഇന്ദ്രിയത്ത് സുകുമാരന്റെ മികച്ച തിരിച്ചുവരവാണ്. പൃഥ്വിരാജ് സുകുമാരൻ മാത്രമല്ല ഇന്ദ്രിയത്തും അഭിനയിക്കാൻ തെളിയിച്ച സിനിമയാണ്. നല്ല സിനിമയാണ്. അഭിമാനിക്കാൻ മൂവാറ്റുകാരുടെ സിനിമയാണ്. കാരണം മൂവാറ്റുപുഴയിൽ നിന്നും അരുൺ ബോസ് ഡയറക്ടർ ലൂക്ക എന്ന സിനിമയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഈ മൂവി എത്തിയിരിക്കുന്നത്. ഇന്ദ്രയത്ത് നല്ലൊരു പെർഫോമൻസ്, അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ട്. പിന്നെ ഗസ്റ്റ് ആർട്ടിസ്റ്റായിട്ട് ആസിഫ് അലി സിനിമയിൽ വരുന്നുണ്ട്. പിന്നെ പാട്ടുകളാണെങ്കിൽ നമ്മുടെ സമരൻ ബദ്രേവിലെ മാരിവെള്ളി ഗോപുരങ്ങൾ വീണ്ടും റിമേക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സിനിമ, ഫാമിലിയായിട്ട് കാണാവുന്ന സിനിമയാണ്. അടിപൊളി. നമ്മൾ ഇന്ദ്രജിത്തിൻ്റെയൊക്കെ എല്ലാ ക്യാരക്ടേഴ്സും നല്ല രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. നല്ല പെർഫോമൻസാണ്, നല്ല സീൻസ്. പിന്നെ കുറേ നമ്മളിപ്പോൾ ഇങ്ങനെ കുറേ ടെൻഷൻ അടിപ്പിക്കുന്ന സിനിമകളൊക്കെ ഉണ്ട്. അതിനൊരു വെറൈറ്റി ആയിട്ട് ഫീൽ കൊടുക്കുന്നത് നല്ല രസമുണ്ട്. താങ്ക് യു. മൂവി പ്രമോദ് മോഹൻ, അരുൺ ബോസ് ചേട്ടൻ്റെ രണ്ടുപേരുടെ നല്ലൊരു പ്രോജക്റ്റായിരുന്നു. ഞാനതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ചെറിയ ക്യാരക്ടറാണ്. അപ്പം എല്ലാവർക്കും പടം കാണണം. നല്ല മൂവിയാണ്, ഫീൽ ഗുഡ് മൂവിയാണ്. നല്ല രസമായിട്ട് സുഖിയുടെയും സർജാനയുടെയൊക്കെ പെർഫോമൻസ് ഭയങ്കര രസമായിരുന്നു. ജിൻസിയുടെ സ്പെഷ്യലി ഫാമിലിയായിട്ട് കുട്ടികളൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയ മൂവിയാണ്. അതിലിപ്പോൾ ഇന്ദ്രിയത്തിൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ മിൻസിയുടെ അങ്ങനെ ക്യാരക്ടർ ബേസിൽ നോക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ട്? എല്ലാവരും നല്ല പെർഫോമൻസാണ്. പിന്നെ അതുപോലെ നല്ല സോങ്സാണ്. നല്ലൊരു ഫാമിലി എൻ്റർടൈനർ തന്നെയാണ്. അതായത് കുട്ടികൾക്കാണെങ്കിലും അല്ലെങ്കിൽ ഫാമിലി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പടമാണ്. പിന്നെ ഞങ്ങളെപ്പോലുള്ള ചെറിയ ചെറിയ അഭിനയമോഹ ആൾക്കാർക്കൊക്കെ ചെറിയൊരു ചാൻസ് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് ചെറിയ ഭാഗമാവാൻ എനിക്കും പറ്റി. സോ നല്ലൊരു പടം, ഇഷ്ടപ്പെടുന്ന പടമാണ്. ഹാപ്പി വാച്ചാണ്. നല്ല ഹ്യൂമർ എടുത്ത് പറയേണ്ടതാണ്. ത്രൂ ഔട്ട് നമുക്ക് കണ്ടിരിക്കുമ്പോൾ നല്ലൊരു ഫീൽ ഗുഡ് പടം തന്നെയാണ് ഇത്. എല്ലാവരും കാണുക. എനിക്ക് കുറച്ചുകൂടി ക്യാച്ച് തോന്നിയത് ഈ ഒരു ഫൺ പാക്കഡ് മൂവി തന്നെയാണല്ലോ ഇത്. തീർച്ചയായിട്ടും ഫണ്ണുണ്ട്, കുറേ നല്ല ബ്യൂട്ടിഫുൾ ഇമോഷൻസ് ഉണ്ട്. ഒരു ബന്ധങ്ങൾ, കാര്യങ്ങളൊക്കെ, സിബ്ലിങ്സ്, അങ്ങനെ നല്ല രസമാണ്. നല്ല രസമായിട്ടൊന്ന് കാണാൻ പറ്റും. തുടക്കം തൊട്ട് ഒടുക്കം വരെ, വ്യക്തിത്വം വരെ ആ ഒരു നല്ല ഫ്ലോയിൽ ഇങ്ങനെ കാണാൻ, വളരെ എൻഗേജ്ഡ് ആയിട്ട് കാണാൻ പറ്റും. വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വർക്ക് ചെയ്യുവാണെങ്കിൽ അടിപൊളിയല്ലേ. അത് നമ്മൾ ഒരു എഫേർട്ട് എടുത്ത് നമ്മൾ ഇമാജിൻ ചെയ്തൊരു ക്യാരക്ടർ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് അത് ആൾക്കാരിലോട്ട് കറക്റ്റായിട്ട് കിട്ടിയെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ സംഭവിക്കട്ടെ മാരിവെള്ളിയും ഗോപുരങ്ങളിൽ. ഇവരുടെ 3 പേരുടെയും കൂടെ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് അതെങ്ങനെ ഉണ്ടായിരുന്നു ആ സമയത്ത്? നൈസായിരുന്നു. എല്ലാവരും ഭയങ്കര എന്താ പറയുക, ഇപ്പം ഇന്ദ്രേട്ടനാണെങ്കിലും ചേച്ചിയാണെങ്കിലും നല്ല ഗിവ് ആൻഡ് ടേക്ക് ആയിരുന്നു. സർജാനു ആണെങ്കിലും ഭയങ്കര ഗിവ് ആൻഡ് ടേക്ക് ആയിരുന്നു. ഒരു ഫാമിലി ഫീൽ തന്നെയായിരുന്നു. അരുൺ ചേട്ടൻ്റെ ആദ്യ ഫിലിം ഇപ്പോൾ ലൂക്ക് എടുത്തിട്ട് ഭയങ്കര നല്ലൊരു ലവ് സ്റ്റോറി പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൽ ആ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ഇതിലും നല്ല രസത്തിലെ ലവ് സ്റ്റോറി പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആക്ച്വലി ത്രൂ ഔട്ട് കണ്ടിട്ടില്ല. സോ എങ്ങനെയാണ് നന്നായിട്ട് വരട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അല്ല, നമ്മളുടെ കെമിസ്ട്രി 4 പേരുടെ ഒരു കെമിസ്ട്രി ഉണ്ട്. അത് ആൾക്കാരോട് കറക്റ്റ് കിട്ടട്ടെ എന്നുള്ള എനിക്കൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല. താങ്ക് യു. എല്ലാവർക്കും കാണാൻ പറ്റുന്ന മേക്കിംഗ് തന്നെയാണ്. എനിക്ക് എസ്പെഷ്യലി കുറച്ചുകൂടെ ഫാമിലി ആയിട്ട് വന്ന് കാണുമ്പോൾ കുറച്ചുകൂടെ ഈവൻ ഇപ്പോൾ സ്മോൾ ചെറിയ കുട്ടികൾക്ക് വരെയുള്ള പരിപാടികളുണ്ട്. നമ്മുടെ വശിഷ്ഠ ചെയ്യുന്ന ക്യാരക്ടർ അതും നന്നായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു. വളരെ അതാണ്. അപ്പം അതുപോലെ കുറേ പേര് ഇങ്ങനെ പറഞ്ഞു. നല്ലൊരു നന്നാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഓഡിയൻസിലേക്ക് എത്തിക്കാനായിട്ട് എന്തൊക്കെയാണ്? അത് ഞാനിനൊന്നും ഉദ്ദേശിക്കില്ല. നിങ്ങളാണ് എല്ലാവരും പോയി സിനിമ കാണുക, ഫാമിലി ആയിട്ട് തന്നെ പോയി കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് വിശ്വസിക്കുന്നത്. പ്ലീസ് എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ സിനിമ വിജയിക്കും. ഈ വെക്കേഷന് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണല്ലോ. ഡെഫിനറ്റ്ലി അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു പ്രേക്ഷകരുടെ കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ? നല്ല അഭിപ്രായമാണ്. ഞാൻ ഇന്നലെയും കണ്ടു, ഇന്നും കണ്ടു. എനിക്ക് കിട്ടിയ അഭിപ്രായങ്ങളെല്ലാം വളരെ പോസിറ്റീവാണ്. പിന്നെ റൈറ്റ് ആയിട്ടുള്ള ഓഡിയൻസ് വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
ഓക്കെ, എത്രത്തോളം നമ്മൾ തയ്യാറെടുത്ത് കഴിഞ്ഞാലും ചില നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ചില സംഭവങ്ങളൊക്കെ പാളിപ്പോകും. അങ്ങനെ വല്ല പാളിച്ചൊന്നും ഉണ്ടാവാതെ നീറ്റായിട്ട് നടന്നു. ഇല്ലില്ല, പേഴ്സണലി ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഓപ്പണായിട്ട് പറയുന്നതിന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. എനിക്ക് പേഴ്സണലി ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ എല്ലാ ജനങ്ങൾക്കും അതേപോലെ അതേപോലെ ഇഷ്ടപ്പെടുക എന്നുള്ളത് മാത്രമാണ്, അവർ വരിക എന്നുള്ളതാണ്. ഓക്കെ, ഈ കുട്ടികൾക്കൊക്കെ വന്ന് കാണാൻ പറ്റുന്ന മൂവിയാണോ? ഉറപ്പായിട്ടും വെക്കേഷൻ ടൈമാണ്. അപ്പോൾ 4 ക്യാരക്ടേഴ്സും 5 ക്യാരക്ടേഴ്സ് ഇൻഫാക്ട് എൻസി സർജാനോ, ഇന്ദിരേട്ടൻ ശ്രുതി 4 പേര് ചെയ്ത ക്യാരക്ടർ, വസിഷ്ഠ ക്യാരക്ടർ 5 പേര് വന്ന് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് ഈക്വലി കണക്റ്റായി മാറും എനിക്ക് വിശ്വാസമുള്ളത്. അപ്പോൾ ഓഡിയൻസ് അവരെ തന്നെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സിനിമയ്ക്ക് അതിൻ്റെതായിട്ടുള്ളൊരു വാല്യൂ ഉണ്ടാകും. അപ്പോൾ ഇനിയുള്ള പ്രൊമോഷൻ പരിപാടികളൊക്കെ എങ്ങനെയാണ്? ആൾക്കാരെ മീറ്റ് ചെയ്യുക, കുറച്ചുകൂടി ഓൺലൈൻ അല്ലാതെ കുറച്ചുകൂടെ ആളുകളിലേക്ക് ചെല്ലുക, സംസാരിക്കുക, അതൊക്കെയല്ലേ ഇതിൻ്റെ പ്ലഷർ. നമ്മൾ നമുക്ക് ബാക്കിയുള്ള ആക്ടേഴ്സൊക്കെ വിളിച്ച് പറഞ്ഞോ നന്നായിരുന്നു? ഉണ്ട് തീർച്ചയായിട്ടും. ഇനി മുതലായിരിക്കും പ്രോബ്ലം റെസ്പോൺസിൽ വന്നു തുടങ്ങുക. എല്ലാവരും പ്രീമിയർ കഴിഞ്ഞല്ലേ ഉള്ളൂ. പിന്നെ സി ബി സാറെ കണ്ടിരുന്നു, സി സാറിന് നല്ല അഭിപ്രായമാണ്. താങ്ക് യു. ഇത് പ്രോപ്പർലി ഫങ്ഷണൽ ഫാമിലിയാണ്. എല്ലാവരും ഞങ്ങളോട് പരസ്പരം നല്ല സ്നേഹത്തിലാണ്. ഇന്ന് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ അത്തരം ഒരു സിനിമ തന്നെയാണ് ഉദ്ദേശിച്ചത്. അത് വർക്കായി എന്ന് ആൾക്കാർ ഭയങ്കര റിലാക്സ് ആയിട്ട് കാണുന്നതാണ് ഭയങ്കര ഹാപ്പി. ഈ വിൻസിൻ്റെ അവസാന ക്ലൈമാക്സിൽ ഒരു ഡയലോഗ് ഉണ്ട്, ഞാൻ പറയുന്നില്ല, അത് എഴുതി തന്നെയാണോ സ്പോട്ടിൽ? ഇല്ലല്ലോ, ആബ്സല്യൂട്ട്ലി എഴുതിയാണ്. പ്രോപ്പർ സ്ക്രിപ്റ്റ് ഡയലോഗ് സ്ക്രിപ്റ്റ് വെച്ച് വർക്ക് ചെയ്ത് തന്നെയാണ്. അത് ചെറിയ ഇംപ്രൂവൈസേഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ പറയാൻ പറ്റില്ല, റിട്ടേൺ തന്നെയാണ്. കഴിഞ്ഞ പടം ഒരു ഹിറ്റായിരുന്നു, ഈ പടം ഒരു ഹിറ്റായിരുന്നു ആവണമെന്ന ഒരു പ്രതീക്ഷ. കാരണം ഇത്തരം സിനിമകൾ ഇപ്പോൾ കുറവാണല്ലോ. അപ്പോൾ ഫീൽ ഗുഡ് ജോണർ ഫിലിംസ് ഉണ്ട്, പക്ഷേ പ്രോപ്പർ ഫാമിലി ഡ്രാമ നമ്മളൊക്കെ കണ്ട് വളർന്ന സിനിമകൾ ഇപ്പോൾ കുറവാണ്. അപ്പോൾ ആ ഒരു അറ്റംപ്റ്റാണ്. വർക്കായാലും ഇതുപോലത്തെ